Hey guys, welcome back to our new video. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ടോക്കിയോ റിവെഞ്ചസിന്റെ ചാപ്റ്റർ 222 ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും മച്ചന്മാരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചാപ്റ്ററിന്റെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മൾ ഡ്രാഗൻ പറയുന്നുണ്ട്. ഡ്രാഗന്റെ കൈ അനക്കാൻ കഴിയുന്നില്ലെന്ന്. അവിടെ ഭയങ്കര മഴയാണ്. യാക്കിയമ്മച്ചി എപ്പോഴത്തെ പോലെ അവിടെ കിടന്ന് കാര്യമാണ്. ഡ്രാഗൻ നിനക്ക് എന്തെങ്കിലും പറ്റിയുണ്ടോ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. അപ്പം സെഞ്ചു ആണെങ്കിൽ ഉടൻ തന്നെ പോയിട്ട് ആംബുലൻസിനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് സെഞ്ചു അങ്ങോട്ട് പോയിട്ടുണ്ട്. യാക്കിയമ്മച്ചി ഡ്രാഗനെ സമാധാനിപ്പിക്കുന്നുണ്ട്. നിനക്കൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ ഡ്രാഗൻ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ഞാൻ മരിക്കാൻ പോകുന്നു. അത് ഡ്രാഗൻ ടാക്കിയമ്മച്ചിയോട് പറയുന്നുണ്ട്. അപ്പോൾ ടാക്കിയമ്മച്ചി പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്? നീ ഒരിക്കലും മരിക്കത്തില്ല ഡ്രാഗൻ, ഞാൻ നിന്നെ ഉറപ്പായിട്ട് രക്ഷിക്കും. ഡ്രാഗൻ നിനക്കൊന്നും പറ്റത്തില്ല, സെഞ്ചു ഇപ്പം തന്നെ ആംബുലൻസിൽ വിളിച്ചുകൊണ്ട് വരും, നീ ഒരിക്കലും പേടിക്കരുത് ഡ്രാഗൻ, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ടാക്കിയമ്മച്ചി നമ്മുടെ ഡ്രാഗനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നീയാണ് ഇതിന് കാര്യമെന്ന് പറഞ്ഞ് നീ ഒറ്റയ്ക്ക് ഇത് കുറ്റപ്പെടുത്തരുത്, ഇതിനെല്ലാം കാരണം ഞാനാണെന്ന് നമ്മുടെ ഡ്രാഗൻ ടാക്കിയമ്മച്ചിയോട് പറയുന്നുണ്ട്. എടാ നിനക്കറിയാവോ, ഞാൻ പണ്ട് ഒത്തിരി ഫൈറ്റ് ചെയ്തിട്ടുണ്ട് മുതിർന്നവരുടെ കൂടെ, എന്നിട്ട് ഞാൻ തോറ്റിട്ടുമുണ്ട്. എന്നിട്ട് ഞാൻ കരയുമായിരുന്നു ഈ സ്കൈനെ പോലെ തന്നെ ഇത് എന്ന് നമ്മുടെ ഡ്രാഗൻ ടാക്കിയമ്മച്ചിയോട് പറയും. ഒരിക്കലും തോക്കരുത് ടാക്കിയമ്മച്ചി, അതൊരു തരത്തിലൊരു ഭാരമാണ്. നിനക്കറിയാവോ, എനിക്ക് അവനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അവൻ എല്ലാം ഒറ്റയ്ക്ക് കൊണ്ടു നടക്കുമായിരുന്നു, അതുപോലെ തന്നെ നടക്കാനായിരുന്നു എനിക്കിഷ്ടം. അതുകൊണ്ട് അവൻ്റെ എല്ലാ നേട്ടത്തിലും ഞാനും അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഡ്രാഗൻ നമ്മുടെ ടാക്കിയമ്മച്ചിയോട് പറയും. നമ്മുടെ ടാക്കിയമ്മച്ചി പറയും, എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു ഡ്രാഗൻ, പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഡ്രാഗൻ പറയും, ഏയ് അതൊന്നും കുഴപ്പമില്ലടാ, നീ മൈക്കീനെ നന്നായി നോക്കണം. ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. അപ്പം നാളെ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ.